മമ്മി എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം വീട്ടിലിങ്ങനെ അച്ഛൻ്റെ ധ്യാനവും എല്ലാം കഴിഞ്ഞപ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞു, ഞാൻ 7 എന്നുള്ള ഡേറ്റ് കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്, അത് മാതാവിൻ്റെ മനസ്സിൽ തോന്നിച്ചാണെന്നുള്ള രീതിയിൽ മമ്മി സംസാരിച്ചു. അപ്പോൾ എനിക്ക് വിസ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം മുതൽ ഞാൻ എപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയാലും അല്ലെങ്കിൽ എവിടെ ഏത് കലണ്ടർ നോക്കിയാലും ജസ്റ്റ് 6+1 അല്ലെങ്കിൽ 7 എങ്ങനെ പോയാലും എനിക്ക് 7 എന്നുള്ള ഡേറ്റ് തന്നെയായിരുന്നു മനസ്സിൽ വന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാമത്തെ തവണയാണ് ഞാൻ വിസക്ക് വെച്ചേക്കുന്നത്, മേ ബി 6ാമത്തെ തവണ കിട്ടില്ലായിരിക്കും, 7th ടൈം ആയിരിക്കും എനിക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഞാനത് മമ്മിനോട് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, ഇല്ല, ഡിസംബർ 7-ാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ നമുക്ക് വിസ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടിയായി പ്രാർത്ഥന 7-ാം തീയതി തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പേര് സച്ചിൻ, ഇതെൻ്റെ മമ്മി ജോളി. ഞങ്ങൾ സെൻറ്റ് തോമസ് മൂർ ഇടവക പള്ളുരുത്തിയിൽ നിന്ന് വരുന്നു. 2020 മുതൽ ഞാൻ എബ്രോഡ് സ്റ്റഡീസിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. 21-ലായപ്പോൾ ഞാൻ IELTS ക്ലിയർ ചെയ്തു. അതിനുശേഷം ഞാൻ കാനഡക്ക് പോകാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിന് ആദ്യത്തെ തവണ തന്നെ ഞാൻ കോളേജിൽ അപ്ലൈ ചെയ്തു. കൊറോണ ആയതുകൊണ്ട് ഒരുപാട് ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1-1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ലോൺ അപ്ലൈ ചെയ്തു. ലോൺ ഒരു 2 മാസത്തിനുള്ളിൽ റെഡിയായി. അതിനുശേഷം വിസയുടെ ഫീസും കാര്യങ്ങളൊക്കെ അടച്ചു. അവിടെ നിന്നും പേപ്പർ വരാൻ ഡിലേ വന്നു. ബയോമെട്രിക്സ് ക്ലോസ് ആയിരുന്നു, അതിനും വെയിറ്റ് ചെയ്തു. ഒരുപാട് ഡിലേ എല്ലാം കഴിഞ്ഞ് ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു. വിസ അപ്ലൈ ചെയ്തു. നമ്മൾ കൊറോണ സമയത്ത് ഒരു 3 മാസം വെയിറ്റ് ചെയ്തിരുന്നാലേ നമുക്ക് വിസ കിട്ടുള്ളൂ. അതൊരു 3-3.5 മാസം ആകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആദ്യത്തെ തവണ വിസ വന്നു. അത് റിജക്ഷൻ ആയിരുന്നു. ഞാൻ ഏജൻസിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരുപാട് പേർക്ക് ആ സമയത്ത് കൊറോണ സമയത്ത് റിജക്ഷൻ വരുന്നുണ്ട്, അതുപോലെ നമ്മളത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വീണ്ടും വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ആദ്യത്തെ തവണ വെക്കുന്നവരും 2ാമത്തെ തവണ വെക്കുന്നവർക്കൊക്കെ പിന്നെയും റിജക്ഷൻ വന്നാലും വിസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനതെല്ലാം വിശ്വസിച്ചു. ഞാൻ ഏജൻസി പറയുന്ന പോലെ തന്നെ സെയിം കോളേജിൽ തന്നെ വീണ്ടും വിസക്ക് അപ്ലൈ ചെയ്തു. സെയിം പേപ്പേഴ്സ് എല്ലാം തന്നെ ആയിരുന്നു. 2ാമത്തെ തവണയും നമ്മൾ 3 മാസം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് അത് വീണ്ടും റിജക്ഷൻ തന്നെ വന്നു. നമ്മൾ ഈ ഓരോ തവണ വിസക്ക് വെക്കുമ്പോഴും 10-15,000 രൂപ മുടക്കി തന്നെയാണ് നമ്മൾ വെക്കുന്നത്. അതുകൂടാതെ 10-18 ലക്ഷം രൂപയോളം വിസ ഫീസ്, GIC അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. 2 തവണ റിജക്ഷൻ വന്നപ്പോൾ ഞാൻ ആ ഏജൻസിയിൽ നിന്ന് മാറി വേറൊരു ഏജൻസി നോക്കി. അവരെന്നോട് പറഞ്ഞു, കോളേജ് മാറ്റി നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ എടുക്കാം, അപ്പോൾ കുറച്ചുകൂടി വിസ സക്സസ് റേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് പഴയ കോളേജിൽ നിന്ന് വിഡ്രോ ചെയ്തു, ഫീസെല്ലാം വാങ്ങിച്ചു, എല്ലാം വിഡ്രോ ചെയ്ത് നമ്മൾ 2ാമത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ 3ാമത്തെ തവണയും ഞാൻ എല്ലാ പേപ്പറും സെയിം തന്നെ ആയിരുന്നു, വേറെ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അഫിഡവിറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വീണ്ടും വിസക്ക് അപ്ലൈ ചെയ്തു. 3ാമത്തെ തവണയും എനിക്ക് റിജക്ഷൻ തന്നെ ആയിരുന്നു. ആ സമയത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു റിജക്ഷൻ കിട്ടുമെന്ന്. നമ്മളത്രയും ഞാനധികം ദൈവവിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൂടും മാസത്തിൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു. എന്നാലും ദൈവത്തിൽ വിശ്വസിച്ച് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ വീണ്ടും റിജക്ഷൻ തന്നെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞു, കൺട്രി ചേഞ്ച് ചെയ്യാം, കാനഡ ഇപ്പോൾ റിജക്ഷൻ കൂടുതലാണ്, അപ്പോൾ നീ നോക്കിയിട്ട് കാര്യമില്ല. എൻ്റെ കൂടെ ഉണ്ടായ ഒരു 4-5 പേർക്കും റിജക്ഷൻ തന്നെ ആയിരുന്നു. അപ്പോൾ അവരെല്ലാം നിർത്തി ജർമ്മനി, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ അങ്ങനെയൊക്കെ മാറി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാനെപ്പോഴും കരുതിയിരുന്നത് വെച്ചാൽ എന്തായാലും എൻ്റെ പേപ്പറിനോ എനിക്ക് ഡിഗ്രിക്ക് 70 കൂടുതൽ പെർസെൻറ്റേജ് ഉണ്ട്, IELTS ക്ലിയർ ചെയ്തു, വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പേപ്പർ എല്ലാം ഓക്കെ ആയതുകൊണ്ട് ഞാൻ എല്ലാവരും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്തിരുന്നത് വെച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. 5 തവണ എനിക്ക് റിജക്ഷൻ വന്നു. ഞാൻ അതോടെ നിർത്തി. ഈ 2023 ജനുവരിയിലായിരുന്നു എൻ്റെ ലാസ്റ്റ് റിജക്ഷൻ. അതിനുശേഷം ഞാൻ നിർത്തി. ഒരു 6 മന്ത്സ് ഞാൻ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ അതിൻ്റെ ഇടയിൽ 3ാമത്തെ തവണ റിജക്ഷൻ വന്നപ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ തവണ മമ്മിയും ആൻറ്റിയായിട്ട് വന്നത്. ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്തു. നേരെ അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇവരെയും വിളിച്ച് നേരെ ആലപ്പുഴ ബീച്ചിലൊക്കെ പോയി കറങ്ങിയിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. ഉടമ്പടി എടുത്തില്ല. അങ്ങനെ 5 തവണ റിജക്ഷൻ വന്നതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഞ്ജിത എന്ന് പറയും. അവൾ കാനഡക്ക് അപ്ലൈ ചെയ്തു. അവൾക്കും ഇങ്ങനെ ഉടമ്പടിയിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു. അവൾ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി, ഞാൻ ഈ ആത്മീയ ജീവിതം ഭയങ്കരമായിട്ട് പള്ളിയിൽ പോവില്ല, ആരെയും അങ്ങനെ ഹെൽപ്പ് ചെയ്യില്ല, എൻ്റേതായ ഇഷ്ടത്തിന് എനിക്ക് ഇന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ തോന്നി അത് വാങ്ങിക്കും, ഒരുപാട് സ്പെൻഡ് ചെയ്യും, ഭയങ്കര ലാവിഷായിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞപ്പോഴും ഞാൻ മമ്മീനോട് സംസാരിച്ചപ്പോഴും മമ്മിയും പറഞ്ഞു, നമ്മൾ ഒരുപാട് തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും കാരണം. എല്ലാവരും വിസ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും റിജക്ഷൻ വരാനായിട്ട് അവർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് കൊണ്ടിട്ട് ഞാൻ ഇനിയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡു നോട്ട് ലീവ് കാനഡ, റിട്ടേൺ വരില്ല എന്നായിരുന്നു. അപ്പോൾ ഈ 6 മന്ത്സിന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്നോട് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു, ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും വിസ നിനക്ക് കിട്ടും, ഒരു വേറെ പ്രൊഫൈലിലോ പൈസയോ അങ്ങനെ ഒരു യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്തതുകൊണ്ടിട്ട് മമ്മി ആദ്യം വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്ന വെച്ചാൽ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഉടമ്പടി എടുത്താൽ മതി എന്നായിരുന്നു. അതിനുശേഷം ഞങ്ങൾ മമ്മി എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലും. ഒരുപാട് മുടങ്ങിക്കിടന്നിരുന്ന സന്ധ്യാപ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. അതിനുശേഷം ഒരു ദിവസം ധ്യാനം കൂടിയപ്പോഴാണ് അച്ഛൻ പറയുന്നത്, നമ്മുടെ ആവശ്യം അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമേ മാതാവിലേക്ക് അടുക്കണം, ഈശോനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആ ആൾ തന്നെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്ഷിപ്പിനും കൂടി ഇവിടെ ഓഗസ്റ്റ് 24, 2023 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം മുതൽ ഒരുപാട് ചേഞ്ചസ് ആയിരുന്നു ലൈഫിൽ. ഞാൻ എങ്ങനെ ജീവിച്ചിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം രാവിലെ എനിക്ക് 5:30 എണീറ്റ് പ്രെയർ ചൊല്ലും മമ്മിയുടെ ഒപ്പം തന്നെ. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പള്ളിയിൽ പോകും. അതിനുശേഷം ഒരുപാട് പേരെ സഹായിക്കാൻ തുടങ്ങി. ഇവിടുന്ന് പേപ്പർ എല്ലാ മാസവും വന്ന് 2 കെട്ടിൽ കൂടുതൽ വാങ്ങിച്ച് നേരെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നേരെ റെയിൽവേ സ്റ്റേഷൻ, പള്ളികൾ അങ്ങനെയൊക്കെ കൊണ്ടേ കൊടുക്കുമായിരുന്നു. മാതാവിൻ്റെ കാശിരൂപമാണെങ്കിലും നമ്മൾ അതുമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴും ഭയങ്കര ഒരു കംഫർട്ടബിളും ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഡേറ്റ് ഞാൻ നേരത്തെ IELTS 2ാമത് എഴുതണമായിരുന്നു. ആദ്യത്തെ തവണ എൻ്റെ IELTS എക്സ്പയർ ആയി.
ഓൾറെഡി 2 ഇയേഴ്സ് കഴിഞ്ഞു ഞാൻ ഇതിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ രണ്ടാമത് IELTS എഴുതാൻ ഡിസൈഡ് ചെയ്തു. ഞാൻ ഒക്ടോബർ 28 ഡേറ്റ് ഞാൻ ആദ്യമേ തന്നെ ഫിക്സ് ചെയ്തിരുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. സോ ഉടമ്പടി എടുത്തതിന് ശേഷം ഒക്ടോബർ 28 ഇവിടുത്തെ ജപമാല റാലി ആയതുകൊണ്ടിട്ട് എൻ്റെ ഫ്രണ്ടും എല്ലാവരും നിർബന്ധിച്ചു ഇവിടെ ജപമാല റാലി അറ്റൻഡ് ചെയ്യണം, അതിലൊരുപാട് നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്നുള്ളത് പറഞ്ഞുകൊണ്ടിട്ട് ഞാനത് ഇവിടെ വന്ന് കൂടണമെന്നുള്ള ആഗ്രഹം കൊണ്ടിട്ട് എൻ്റെ മമ്മിയും പറഞ്ഞു നേരത്തെ IELTSന് ഡേറ്റ് എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് രണ്ടാമത് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ചു, ഏത് ഡേറ്റ് എടുക്കണമെന്നുള്ളത് കൺഫ്യൂഷനിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒക്ടോബർ 14 ഒക്ടോബർ 28 ആയിരുന്നു. ഞാൻ അതിനുശേഷം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഫോൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. അപ്പോൾ തന്നെ എനിക്ക് അതിൽ 28 എന്നുള്ള ഫസ്റ്റ് ഫ്രണ്ടിലെ ക്ലോക്ക് തന്നെ എനിക്കതൊരു മാതാവ് എനിക്ക് വേണ്ടി കാണിച്ചു തന്ന പോലെ എനിക്കത് തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ഡിസൈഡ് ചെയ്തു ജപമാല റാലിയും മമ്മിയും എൻ്റെ ഫാദറും കൂടി വന്ന് അറ്റൻഡ് ചെയ്തോളൂ, ഞാൻ എന്തായാലും ആ ഡേറ്റിന് തന്നെ IELTS എഴുതുമെന്നുള്ളത്. അങ്ങനെ ഒക്ടോബർ 28 ഞാൻ IELTS എഴുതി. മമ്മിയും എൻ്റെ ഫാദറും ഇവിടെ വന്ന് ജപമാല റാലി അറ്റൻഡ് ചെയ്തു. ഞാൻ എക്സാം എഴുതി. അതിൻ്റെ റിസൾട്ട് 13 ദിവസം കഴിയുമ്പോൾ വരും. ഞാൻ 13ാമത്തെ ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ അപ്പോൾ ഞാൻ ബൈബിളിൻ്റെ പുറത്ത് നേരെ ഓപ്പോസിറ്റായിട്ട് വെച്ചത്. അത് കാരണം മെസ്സേജ് വന്നാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് കൈ ടച്ചായി പോലും ഞാനത് കാണേണ്ട, പ്രാർത്ഥന കഴിഞ്ഞിട്ട് നോക്കാന്നുള്ള രീതിയിൽ തന്നെ വെച്ചു. അപ്പോൾ അതിനുശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി. ആ ടൈം തന്നെ എനിക്ക് IELTS ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നീട് എഴുതാനോ ഒന്നിനും വേണ്ടി വന്നില്ല. സോ അതിനുശേഷം ഞാൻ ഈ 2021 ഞാൻ ആദ്യമായിട്ടൊരു ഏജൻസി സെലക്ട് ചെയ്തായിരുന്നു. പക്ഷേ അവിടെ കൊറോണ കാരണം അവരുടെ ഓഫീസെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. സോ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ വേറെ ഏജൻസിയിൽ ചെന്നത്. സോ ഈ തവണ ഞാൻ അവരെ വിളിക്കണമെന്ന് ആലോചിച്ചിരുന്നില്ല. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ജസ്റ്റ് ഒരു ഫെയർ ഉണ്ട്, ആ ഫെയറിന് നിനക്ക് അറ്റൻഡ് ചെയ്യും, യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോളേജിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്നുണ്ട്, അപ്പോൾ നിനക്ക് അത് അറ്റൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവരെന്നോ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്നു, അവരോടെല്ലാം സംസാരിച്ചു, ഇങ്ങനെ റിജക്ഷൻ വന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ കാശുരൂപവും ഞാൻ എവിടെ പോയാലും എൻ്റെ മമ്മി എനിക്ക് ഉപ്പിട്ട് നാവിൽ ഉപ്പ് കുരിശിട്ടിട്ടും തൈലം എൻ്റെ നെറ്റിൽ പൂശിയിട്ടൊക്കെ ആയിരുന്നു ഞാൻ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് രണ്ടാമത് നമ്മൾ ഇറങ്ങുവാണ്. ലോൺ ഞാൻ ഈ മാർച്ച് മുതൽ റീപേ ചെയ്യാൻ തുടങ്ങി. സോ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഓൾറെഡി ഈ ഒരു റിജക്ഷനിൽ ഒരു 5 lakhs അടുത്തോളം നഷ്ടം വന്നിട്ട് നിൽക്കുവാണ്. സോ വീണ്ടും ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല എനിക്ക് വിസ കിട്ടുമെന്നുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ഏജൻസിക്കാരും പറഞ്ഞു റിസ്ക്കാണ്. സ്വയം റിസ്ക്കിൽ 10-18 ലക്ഷം രൂപ മുടക്കി വീണ്ടും അതിൽ നിന്നൊരു 1 ലക്ഷം അടുത്ത് വീണ്ടും കയ്യിൽ നിന്ന് പോകും. അപ്പോൾ എല്ലാം റിസ്ക് എൻ്റെ തന്നെ ആയിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി മാത്രമേ ഇനി ലഭിക്കുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഏജൻസി ചെന്നു, അവരോട് സംസാരിച്ചു. അവരെന്നോട് പറഞ്ഞു ബാക്കിയെല്ലാം IELTS ക്ലിയർ ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി, ഫീസ് എല്ലാം അടക്കാം എന്നുള്ള രീതി പറഞ്ഞു. ഞങ്ങളൊരു 3 കോളേജ് നോക്കിയായിരുന്നു. അതിൽ ഒരെണ്ണത്തിൽ ഞാൻ പറഞ്ഞു കിട്ടുവാണെങ്കിൽ ഈ കോളേജിൽ തന്നെ മതി, അങ്ങനെയാണ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ വഴി തന്നെ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് വെറും 5 ദിവസം കൊണ്ട് ഓഫർ ലെറ്റർ വന്നു. നേരത്തെ എനിക്ക് 1 മാസവും 1.5 മാസവും കൂടിയൊക്കെ ആയിരുന്നു ഓഫർ ലെറ്റർ വന്നിരുന്നത്. സോ ഇത് 5 ദിവസം കൊണ്ട് വന്നു. ഞാൻ നേരെ ബാങ്കിൽ ചെന്നു. ബാക്കി കാര്യങ്ങൾ ഫീസ് അടക്കാനുള്ളതെല്ലാം ഞാൻ അവിടെ പോയാലും എൻ്റെ ഈ ജീൻസിൻ്റെ പോക്കറ്റിൽ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം ഉണ്ടാവും. കാരണം എനിക്കതൊരു എന്ത് കാര്യം ചെന്നാലും ഭയങ്കര സ്പീഡിൽ നടക്കണമെന്നുള്ളൊരു ആഗ്രഹം. അച്ഛൻ്റെ ധ്യാനത്തിലെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് സാധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് നേരത്തെ നമുക്ക് സാധിക്കും എന്നുള്ളത്. സോ ഞാൻ അങ്ങനെ കാശുരൂപമായി നേരെ ബാങ്കിൽ ചെന്ന് ഡീറ്റെയിൽസ് എല്ലാം അവരോട് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ 11 ലക്ഷം രൂപ ഫീസും 6 ലക്ഷം രൂപ GICയും പേ ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ റെസിപ്റ്റ് വന്നു. ബാക്കി പേപ്പേഴ്സ് എല്ലാം പഴയ പേപ്പേഴ്സ് തന്നെ, ജസ്റ്റ് ഡേറ്റ്സ് മാത്രം ഞാൻ മാറ്റിയുള്ളൂ. അതെല്ലാം ഞാൻ റിന്യൂ ചെയ്തു. നേരെ വെറും 8 ദിവസം കൊണ്ട് എൻ്റെ പേപ്പർ വർക്കും ഫീസും എല്ലാ കാര്യങ്ങളും റെഡിയായി. 9ാമത്തെ ദിവസം ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു. ഏജൻസി ഞാൻ ചെന്നിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. സാധാരണ ഫോണിൽ കൂടി എല്ലാവരും ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്റ്റ് വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് മാതാവിൻ്റെ ആ കാശുരൂപം പിടിച്ച് അവരുടെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കി എല്ലാം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ അവിടെ ചെന്നു, വിസ അപ്ലൈ ചെയ്തു. ഡിസംബർ 25 മുമ്പ് വിസ കിട്ടുവാണെങ്കിൽ കിട്ടണം എന്നുള്ള രീതിയിലായിരുന്നു. കാരണം ആയിരിക്കും ഒരു ഉറപ്പില്ല. 5 തവണ റിജക്ഷൻ ആയി, 6ാമത്തെ തവണ വിസ കിട്ടുമെന്ന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ല. സോ നേരെ വിസ അപ്ലൈ ചെയ്ത് വീട്ടിൽ വന്നു. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും ഡിസംബർ 25 മുമ്പ് വിസ കിട്ടണമെന്നുള്ള രീതിയിൽ തന്നെ പ്രാർത്ഥിച്ചു. മമ്മി എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം വീട്ടിലിങ്ങനെ അച്ഛൻ്റെ ധ്യാനവും എല്ലാം കഴിഞ്ഞപ്പോൾ മമ്മി ഇങ്ങനെ പറഞ്ഞു ഞാൻ 7 എന്നുള്ള ഡേറ്റ് കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്, അത് മാതാവിൻ്റെ മനസ്സിൽ തോന്നിച്ചാണെന്നുള്ള രീതിയിൽ മമ്മി സംസാരിച്ചു. അപ്പോൾ എനിക്ക് വിസ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം മുതൽ ഞാൻ എപ്പോൾ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയാലും അല്ലെങ്കിൽ എവിടെ ഏത് കലണ്ടർ നോക്കിയാലും ജസ്റ്റ് 6+1 അല്ലെങ്കിൽ 7 എങ്ങനെ പോയാലും എനിക്ക് 7 എന്നുള്ള ഡേറ്റ് തന്നെയായിരുന്നു മനസ്സിൽ വന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാമത്തെ തവണയാണ് ഞാൻ വിസക്ക് വെച്ചേക്കുന്നത്. മേ ബി 6ാമത്തെ തവണ കിട്ടില്ലായിരിക്കും, 7th ടൈം ആയിരിക്കും എനിക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഞാനത് മമ്മിനോട് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഇല്ല, ഡിസംബർ 7 മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം തന്നെ നമുക്ക് വിസ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടിയായി പ്രാർത്ഥന. 7 തന്നെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 6 ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ മമ്മിനോട് വന്ന് പറഞ്ഞു ഇന്ന് രാത്രി മുഴുവനും കൊന്ത ചൊല്ലണം, മാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി 12 മണിക്ക് ശേഷം നിനക്ക് വിസ വരും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ രാത്രി ഒരു 9 മണി തൊട്ട് കൊന്ത ചൊല്ലാൻ തുടങ്ങി. പക്ഷേ 12 മണി വരെ നമുക്ക് ചൊല്ലാൻ പറ്റുള്ളൂ. അതിനുശേഷം 2 പേർക്കും ഉറക്കം വരാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങൾ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഏറ്റവും ഫോണിലൊന്നുമില്ല. അപ്പോൾ ഡിസംബർ 7 ഇവിടെ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമായിരുന്നു. അപ്പോൾ അന്ന് വരുമെന്ന് കരുതി. പക്ഷേ രാവിലെ തൊട്ട് ഫോൺ നോക്കി ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പയ്യെ ഉച്ച കഴിഞ്ഞ് ഫ്രണ്ടിനൊപ്പം പുറത്ത് പോയിട്ട് രാത്രി ഒരു 10 മണി കഴിഞ്ഞ് വന്നു. അപ്പോൾ 10 മണി കഴിഞ്ഞ് വന്ന് ഞാൻ ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതിയത് വിസയായിരിക്കും എന്ന് കരുതി ഞങ്ങളപ്പോൾ തന്നെ മാതാവിൻ്റെ കാശുരൂപവും എല്ലാം എടുത്തു പാസ്പോർട്ടിൽ കുരിശൊക്കെ ഇട്ട് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ ചൊല്ലിയിട്ട് ഞാൻ ഓപ്പൺ ചെയ്തു.
ഓപ്പൺ ചെയ്തപ്പോൾ അതിലൊരു വിസ വരുന്നതിന് മുമ്പായി ഒരു കറസ്പോണ്ടൻസ് ലെറ്റർ വരും. സാധാരണ എനിക്ക് റിജക്ഷൻ വരുമ്പോൾ ആദ്യം ഈ കറസ്പോണ്ടൻസ് ലെറ്റർ വന്നിട്ടായിരുന്നു എനിക്ക് റിജക്ഷൻ വന്നിരുന്നത്. സോ കറസ്പോണ്ടൻസ് ലെറ്റർ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. കാരണം വിസയുടെ കാര്യത്തിലൊന്നും അവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുകയാണ്, ബാക്കി ഒരു ഡിസിഷനും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രെയർ എല്ലാം തുടങ്ങി. മമ്മി സങ്കീർത്തനങ്ങൾ 51 എന്ന് പറഞ്ഞൊരു ആ ഒരു അധ്യായം മൊത്തം 3 തവണ വായിച്ചാൽ ഭയങ്കര ഒരു അനുഗ്രഹമാണെന്നുള്ളത് അന്ന് തന്നെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മി അതെടുത്ത് എന്നോട് പോലും പറയാതെ ഇരുന്ന് ചൊല്ലുമായിരുന്നു. അപ്പോൾ അങ്ങനെ 2 തവണ ചൊല്ലി 3ാമത്തെ തവണ ചൊല്ലി തീരുന്നതിന് മുമ്പായി തന്നെ എനിക്ക് വീണ്ടും മെയിൽ വന്നു. അപ്പോൾ ഞങ്ങൾ എന്താണെന്നുള്ളത് റിജക്ഷൻ ആയിരിക്കുമോ എന്നുള്ള പേടിയോടുകൂടി തന്നെ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്തപ്പോൾ അത് വിസ അപ്രൂവലായിരുന്നു. 5 തവണ റിജക്റ്റ് ആയ എനിക്ക് 6ാമത്തെ തവണ ഇപ്രാവശ്യം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല, പഴയ പേപ്പർ തന്നെ എല്ലാം ജസ്റ്റ് റിന്യൂ ചെയ്തു, ഡേറ്റ്സ് എല്ലാം മാറ്റി, ഫീസ് അടച്ചു. കൂടുതൽ പൈസ അടച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ലാതെ വേറെ എൻ്റെ പ്രൊഫൈലിൽ യാതൊരു ചേഞ്ചും ഇല്ല. ഡിഗ്രി കാണിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഡിഗ്രി എല്ലാം പഴയ 5 തവണ വെച്ച അതേ പേപ്പേഴ്സ് തന്നെ ഞാൻ വെച്ചുകൊണ്ട് ഈ 6ാമത്തെ തവണ എനിക്ക് വിസ കിട്ടിയത്. ഇത് കിട്ടാനുള്ള അനുഗ്രഹം ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്രയേറെ ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ പള്ളിയിൽ മാസത്തിൽ 1-2 തവണ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്ത് നിൽക്കും, അവരവരെ നോക്കി വർത്താനം പറഞ്ഞ് സംസാരിച്ചിരിക്കും. എവിടെയെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇന്ന് വേണ്ട നാളെ പോകാമെന്ന് പറയും. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം പുറകോട്ടായിരുന്നു. പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അതിനുശേഷം പേപ്പർ കൊടുക്കാൻ തുടങ്ങി. ഞങ്ങൾ ആരെങ്കിലും കൈ നീട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ ഫോണിലാണ് പൈസ എങ്കിലും മമ്മി അപ്പോൾ തന്നെ മമ്മിയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കും. അത് അർഹതപ്പെട്ടതാണോ ഒന്നുമല്ല, നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും കൈ നീട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കൊടുക്കുവാണ്. അത് മാത്രമല്ല ഉപവാസം എടുക്കും, ബുധനും ശനിയും ഒരു നേരം എന്തൊക്കെ വന്നാലും ഉപവാസം എടുക്കും. എനിക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും അപ്പോൾ തന്നെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വീട്ടിലാണെങ്കിലും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ വാങ്ങിച്ചുകൊണ്ടിരും. പക്ഷേ നമ്മൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അതെല്ലാം മാറ്റി വയ്ക്കുകയും ഫുൾ കമ്മിറ്റ്മെൻറ്റോട് കൂടി തന്നെ ഇതിൽ നിൽക്കുകയും ഉപവാസം എടുത്ത് ഉപവാസിച്ച് പ്രാർത്ഥിക്കുകയും മുടങ്ങാതെ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുകയും. ആലപ്പുഴ രൂപതയുടെ അണ്ടറിൽ തന്നെയുള്ള ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് ഞങ്ങളുടെ അവിടെ ഫോർട്ട് കൊച്ചിയിൽ. അവിടെ ചെല്ലും, അവിടെ ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്റർ വളരെ ഭയങ്കര ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറയും, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും, അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയും. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നവംബറിൽ, അവിടെ ചെന്ന് ആഘോഷിക്കുകയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലും മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തി. ഇതെല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിൽ വിശ്വസിക്കുകയും ഈശോയിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇന്നലെയാണ് എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയത്. ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നാൽ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എന്നുള്ളത്. വിസ വന്നു, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നു. അതുമാത്രമല്ല അധികം പൈസ ഇല്ലാതെ തന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനും സാധിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷേ മാതാവിലേക്കും ഈശോയിലേക്കും കൂടുതൽ അടുത്തുകൊണ്ട് മാത്രമാണെന്ന് ഞാനും എൻ്റെ മമ്മിയും വീട്ടിലുള്ള എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് പേര് കളിയാക്കുകയും ഒരുപാട് നെഗറ്റീവ് കമൻസ് എല്ലാം കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനും അത് കേട്ടിട്ടുള്ളതാണ്. ഞാനും ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ അത് നമ്മൾ എങ്ങനെയാണെന്ന് ഇവിടെ വന്ന് അത് ശരിക്കും മനസ്സിലാക്കി കഴിയാൻ നമ്മൾക്ക് അങ്ങനെ ഒരു മിറാക്കിൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇതിൽ വിശ്വസിക്കുകയും നമ്മൾ എന്തുമാത്രം നമ്മൾ ഈശോയിലും മാതാവിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഒരു സക്സസ് ഉണ്ടാവും എന്നുള്ളതും ഇപ്പോൾ എൻ്റെ ലൈഫിലൂടെ എനിക്കും എൻ്റെ വീട്ടുകാർക്കും മനസ്സിലായി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ, ഇതല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ഒരുപാട് നേരത്തെ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയും.